നമുക്കിപ്പം ജസ്റ്റിസ് കമാൽ പാഷ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ കമാൽ പാഷ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഈ 42 മനുഷ്യരുടെ അനുഭവം കേൾക്കുകയായിരുന്നു. അവരിൽ പലർക്കും ശ്വാസകോശ അസുഖങ്ങൾ, പലർക്കും ക്യാൻസർ ബാധിതർ, കുട്ടികൾക്ക് ത്വക്ക് രോഗം. പരാമർ എങ്ങനെയാണോ അടിക്കുന്നത് അതേപോലെയുള്ള മണം ത്രൂ ഔട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ 9.5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന 42 കുടുംബങ്ങൾ. ഹൈക്കോടതി ഉത്തരവ് അനുകൂലമാണ്, ഹരിത ട്രിബ്യൂണലിന്റെ വിധി അനുകൂലമാണ്, ഒപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവും ഇവർക്ക് അനുകൂലമാണ്. പക്ഷേ ആരും ഒരു ചെറുവിരൽ ഇവർക്ക് അനുകൂലമായി അനക്കുന്നില്ല. എന്താണ് ജസ്റ്റിസ് കമാൽ പാഷ ഇനി ഇവരുടെ മുന്നിലുള്ള വഴി? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഇവരുടെ ഈ പ്രശ്നം അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് അത്ര ശരിയായ രീതിയിലുള്ള ഒരു ലിറ്റിഗേഷൻ അല്ല നടന്നുണ്ട്. അവർക്ക് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയില്ല. ആരുണ്ടാവും നോക്കിക്കോളൂ. അതായത് ആ കണ്ടന്റ് ഒന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല അതിനകത്ത് വന്നേക്കുന്നത്. അവിടെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ജഡ്ജിയൊക്കെ വിളിച്ച് പറയുന്ന ഒന്നും ഈ ഓർഡറിനകത്തില്ല. അതാണ് കാര്യം. ഇവർ കേൾക്കത്തക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ പാവങ്ങൾക്ക് നീതി കിട്ടത്തക്കൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കണ്ടേ? ഇവരിപ്പോ ഒരു കണ്ടന്റ് കൊണ്ട് നടക്കാണ്. അത് ഒരു പ്രയോജനമുള്ള ഒരു കാര്യമല്ല. അതല്ലാതെ വീണ്ടും നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിന്റെ ഇടയിൽ കിടന്ന് ഇവര് വീർപ്പുമുട്ടാണ്. ഈ പാവങ്ങൾ എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലാണ്. അത്രത്തോളം കഷ്ടമാണ് ഇവരുടെ കാര്യം. അവർക്ക് നിത്യരോഗികളായിട്ട് അവർ മാറുകയാണ്. അതാണ് വലിയ പ്രശ്നം. കാരണം ശ്വാസകോശ രോഗങ്ങൾ ഒരുപാടുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അതായത് എൻഡോസൾഫാന്റെ ദുരിതത്തെക്കാഴിയൊക്കെ വളരെ കൂടുതലാണിത്. ഇത് അവരൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. ഇവർക്ക് ഈ 2 കമ്പനികൾ കൊടുക്കുന്ന CSR ഫണ്ട് ഉണ്ടല്ലോ, അത്രയും പോലും വേണ്ട ഇത് ഏറ്റെടുക്കാൻ. ഈ 2 കമ്പനികളെ കൊണ്ട് ഈ വസ്തു ഏറ്റെടുക്കാനായിട്ട് ഉള്ള ഒരു ഓർഡർ ഹൈക്കോടതി കൊടുത്തിരുന്നെങ്കിൽ അത് മതി. ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി വേണം മുമ്പോട്ട് പോകാൻ. അതായത് ഈ വസ്തു ഈ കമ്പനികൾ അക്വയർ ചെയ്യണം. കാരണം ഇവർക്ക് ആ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. അത് 1-2 കമ്പനി കൂടെ അക്വയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് അക്വയർ ചെയ്യണം. അവർക്ക് ചെയ്യാൻ വയ്യാത്തൊന്നും അല്ലത്. പിന്നെ വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ശ്രീ കമാൽ പാഷ. അതെ, അത്രത്തോളം വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കൊള്ളയടിച്ച് ഉണ്ടാക്കുന്ന പൈസ അല്ലേ പെട്രോൾ, നമുക്കറിയാമല്ലോ. അപ്പൊ ഇത് എന്നിട്ട് അത് ഈ പാവങ്ങൾക്ക് ഇവരുടെ ദുരിതത്തിന് ഈ വസ്തു അങ്ങ് അക്വയർ ചെയ്താൽ അത് മാത്രം മതി. കറക്റ്റ്. ആ വഴിക്കാണ് ഇനി നീങ്ങേണ്ടത്. അതിനൊരു സർക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടാവണം വേണ്ടത്. പക്ഷേ ഇവർ നീങ്ങേണ്ടത് ഈ രീതിയിലാണ്, ഈ വസ്തു അക്വയർ ചെയ്യിപ്പിക്കാനായിട്ട്. കാരണം ഇത് ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വഴി മാത്രമേ ഉള്ളൂ. കളക്ടർ ഒരു അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ ഹരിത ട്രിബ്യൂണലിന്റെ ഒരു വിധിയുണ്ട്, ഇത് ആവാസയോഗ്യമല്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഉത്തരവുണ്ട്, ഇത് ആവാസയോഗ്യമല്ല. കളക്ടർക്ക് ഒരു ഉത്തരവിടാനുള്ള അധികാരമുണ്ടല്ലോ അല്ലേ ജസ്റ്റിസ് കമാൽ പാഷ? ഈ കമ്പനിയോട് ആവശ്യപ്പെടാമല്ലോ കളക്ടർക്കും. ഹൈക്കോടതിക്ക് തന്നെ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അരുൺ. ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയാം. അതായത് ഇവർ ചെയ്യേണ്ട ഇപ്പൊ ഉള്ള ഓർഡർ ഞാൻ മനസ്സിലാക്കിയത്, ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മനസ്സിലാക്കിയത് ഡെയിലി ഉള്ള പൊല്യൂഷൻ റേറ്റ് അളക്കാൻ വല്ല പ്രയോജനമുണ്ടോ? പൊല്യൂഷൻ ഉണ്ട്, അത് വാസയോഗ്യമല്ല എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞാണ്. ഇനി ഡെയിലി ഉള്ള പൊല്യൂഷൻ അളന്ന് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രയോജനം? ഇവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിർബന്ധമായിട്ട് ഇത് ഏറ്റെടുപ്പിക്കാനായിട്ട് ഈ വസ്തു അവര് അക്വയർ ചെയ്യണം. കമ്പൽസറി ആയിട്ട് ഇത് അക്വയർ ചെയ്യണം. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ഓർഡർ കിട്ടിയാൽ മാത്രം മതി. അതിന് വേണം ഇവർ മുമ്പോട്ട് പോകാൻ. അല്ലാതെ ഇവരിപ്പോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ.